ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 3 കർമ്മയോഗം. ശ്ലോകം 24. ഉത്സീദേയുരിമേ ലോകാ ന കുര്യാം കർമ്മ ചേദഹം സംകരസ്യ ച കർത്താസ്യാം ഉപഹന്യാമി മാ പ്രജാഃ. വിവർത്തനം: ഞാൻ കർത്തവ്യം നിർവഹിക്കാതിരുന്നാൽ ഈ ലോകങ്ങളെല്ലാം നാശമടയും. അനാവശ്യമായ ജനപ്പെരുപ്പത്തിന് ഞാൻ കാരണമായി തീരും. അങ്ങനെ ജീവജാലങ്ങൾക്കെല്ലാം സമാധാനം നഷ്ടപ്പെടുകയും ചെയ്യും. ഭാവാർത്ഥം: സമൂഹത്തിന്റെ സമാധാനം ഭഞ്ജിക്കുന്ന അനാവശ്യമായ ജനപ്പെരുപ്പമാണ് വർണ്ണസങ്കരം. ജനങ്ങളെ സ്വാഭാവികമായി തന്നെ സമാധാനപ്രിയരും ആധ്യാത്മിക പുരോഗതിക്ക് അനുയോജ്യമായ വിധം സംഘടിതരുമാക്കുന്ന ചിട്ടകളും നിബന്ധനകളും ഏർപ്പെടുത്തിയത് ഈ സാമൂഹ്യ അസ്വാസ്ഥ്യത്തെ തടയാൻ വേണ്ടിയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതരിക്കുമ്പോൾ ഇത്തരം സുപ്രധാന അനുഷ്ഠാനങ്ങളുടെ ആവശ്യവും അതിൻ്റെ അന്തസ്സും പരിപാലിക്കുന്നതിന് സ്വാഭാവികമായും ഈ നിബന്ധനകൾ അനുസരിക്കുന്നു. സർവ്വജീവജാലങ്ങളുടെയും പിതാവാണല്ലോ ശ്രീ ഭഗവാൻ. നേരിട്ടല്ലെങ്കിൽ കൂടി ആ ജീവകോടികൾ വഴിപിഴച്ചു പോകുന്നതിൻ്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് ധാർമ്മിക നിയമങ്ങൾ പൊതുവെ അവഗണിക്കപ്പെടുമ്പോൾ ഭഗവാൻ അവതരിച്ച് സമൂഹത്തിന്റെ തെറ്റുതിരുത്തുന്നു. ഭഗവാന്റെ കാൽപ്പാടുകൾ നോക്കി മുന്നേറേണ്ടുന്നവരാണെങ്കിലും നമുക്ക് അദ്ദേഹത്തെ അനുകരിക്കാനാവില്ലെന്ന് നാം മനസ്സിലാക്കണം. പിന്തുടരുന്നതും അനുകരിക്കുന്നതും ഒരുപോലെയല്ല. ശ്രീകൃഷ്ണ ഭഗവാൻ ബാല്യകാലത്ത് ഗോവർദ്ധന പർവ്വതം ഉയർത്തിപ്പിടിച്ചു എന്ന് വെച്ച് നമുക്ക് അങ്ങനെ ചെയ്യുക സാധ്യമല്ല. അതൊരു മനുഷ്യന് അസാധ്യമാണ്. അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കണം, പക്ഷേ അദ്ദേഹത്തെ ഒരിക്കലും അനുകരിക്കേണ്ടതില്ല. ശ്രീമദ് ഭാഗവതം പറയുന്നു: നൈതത് സമാചരേത് ജാതു മനസാപിഹ്യനീശ്വരഃ വിനശ്യത്യാചരൻ മൗഢ്യാത് യഥാരുദ്രോബ്ദിജം വിഷം ഈശ്വരാണാം വചസ്സത്യം തദൈവാചരിതം ഖുചിത് തേഷാം യത് സ്വവചോയുക്തം ബുദ്ധിമാംസ്തത് സമാചരേത്. ഭാഗവതം 10:33-30. ഭഗവാന്റെയും അദ്ദേഹത്താൽ നിയുക്തരായവരുടെയും ഉപദേശങ്ങൾ അനുസരിക്കുകയേ ഒരാൾ ചെയ്യേണ്ടതുള്ളൂ. നമ്മുടെ നന്മയ്ക്കുതകുന്നതാണ് അവരുടെ ഉപദേശങ്ങൾ. ബുദ്ധിയുള്ളവർ അത് അതേപടി അനുസരിക്കും. പക്ഷേ അവരുടെ പ്രവർത്തികളെ അനുകരിക്കാൻ ശ്രമിക്കരുത്. പരമശിവനെ അനുകരിച്ച് സമുദ്രത്തിൽ നിന്നുളവായ വിഷം പാനം ചെയ്യാൻ ആരും തുനിഞ്ഞുകൂടാ. സൂര്യചന്ദ്രന്മാരുടെ ചലനങ്ങൾ പോലും നിയന്ത്രിക്കാൻ കഴിയുന്ന ആ ഈശ്വരന്മാരുടെ സ്ഥിതി നമ്മുടേതിനേക്കാൾ എത്രയോ ഉന്നതമാണെന്ന് നാം മനസ്സിലാക്കണം. മഹാശക്തന്മാരായ അവരെ അത്രത്തോളം കഴിവില്ലാത്ത നമ്മൾ എങ്ങനെ അനുകരിക്കും? ഒരു സമുദ്രത്തോളം തന്നെ വിഷം ശിവൻ കുടിച്ചു തീർത്തു. ഒരു സാധാരണ മനുഷ്യൻ അതിൽ ഒരു തുള്ളി കുടിച്ചാൽ മരിച്ചതു തന്നെ. കഞ്ചാവ് മുതലായ ലഹരി പദാർത്ഥങ്ങളിൽ ആസക്തിയുള്ള ചില കപട ശിവഭക്തന്മാരുണ്ട്. ശിവന്റെ പ്രവർത്തികളെ അനുകരിക്കുന്നത് കൊണ്ട് തങ്ങൾ മരണത്തെ വിളിച്ചു വരുത്തുകയാണെന്ന് അവർക്കറിഞ്ഞുകൂടാ. ശ്രീകൃഷ്ണ ഭഗവാന്റെ ചില കപടഭക്തന്മാർ അദ്ദേഹത്തിന്റെ രാസലീലകളെ അനുകരിക്കാൻ ഇഷ്ടപ്പെടുന്നു. തങ്ങൾക്ക് ഗോവർദ്ധനോദ്ധാരണം സാധ്യമല്ലെന്ന് അവർ ഓർക്കാറില്ലതാനും. പ്രഭാവശാലികളുടെ ഉപദേശങ്ങൾ അനുസരിക്കുകയേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. അവരെ അനുകരിക്കാൻ തുനിയാതിരിക്കുകയാണ് ഉത്തമം. അവരുടെ സ്ഥാനത്ത് വേണ്ടുന്ന യോഗ്യതയില്ലാതെ സ്വയം പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുകയും അരുത്. ഭഗവാന്റെ വൈഭവം ഉൾക്കൊള്ളാത്ത അനേകം കപട അവതാരങ്ങൾ ഇവിടെ കണ്ടുവരുന്നു. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.